ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം വലിയ രാഷ്ട്രീയമായുള്ള വിവാദങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഇനിയും ഞങ്ങൾ ആക്രമിക്കുമെന്നാണ്. എന്താണ് ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇസ്രായേൽ വിവിധ യുദ്ധമുഖങ്ങൾ തുറക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ പറഞ്ഞേക്കണത് ഇനി ഹമാസിനെ ദോഹയിൽ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ആക്രമിക്കുമെന്നാണ്. പക്ഷേ അതിൽ ചില അവ്യക്തതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മുടെ ട്രംപ് പറഞ്ഞേക്കണത് ഞങ്ങളിത് അറിഞ്ഞില്ല, അവസാന നിമിഷമാണ് അറിഞ്ഞത്, അപ്പോഴത്തേക്കും ഈ ആക്രമണം തടയാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതാണ്. അതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ഇവർ തമ്മിലുള്ള ഒരു ഒത്തുകളിയും ഒരു നാടകവുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇസ്രായേൽ രാവിലെ എഴുന്നേറ്റ് ഇന്നങ്ങളെ ആക്രമിച്ച് കളഞ്ഞേക്കാം എന്ന് വെച്ചാൽ ആക്രമിക്കുന്ന ആളുകളൊന്നുമല്ല. അവർ വളരെ പ്രിസൈസ് ആൻഡ് ഷാർപ്പായിട്ടുള്ള അറ്റാക്ക് നടത്തുന്ന ആളുകളാണ്. അതായത് ഇപ്പോൾ ഷിബിലിക്കൊക്കെ ഓർമ്മയുണ്ടാവും, മറ്റേ പേജർ പോക്കറ്റിൽ കിടന്ന് പൊട്ടിത്തെറിച്ചാണ് എന്ത് ചെയ്തത്, നമ്മുടെ ലെബനോണിലേക്കുള്ള ആളുകൾ എന്ത് ചെയ്ത് മരിച്ച് പോയത്. അപ്പോൾ അതുകൊണ്ട് അതുപോലെയുള്ള ഓപ്പറേഷൻസ് കൃത്യമായി നടത്തുന്ന ആളുകളാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അവരൊരു കാരണവശാലും അമേരിക്ക അറിയാതെ ചെയ്യുമെന്ന് ഞാനിപ്പോഴും വിചാരിക്കുന്നില്ല. പക്ഷേ അമേരിക്കൻ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കണം ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു, ഞങ്ങൾക്കിത് തടുക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ അമേരിക്കക്ക് അങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഖത്തർ അടക്കം മിക്ക അറബ് രാജ്യങ്ങളിലും അടക്കം, ഇപ്പോൾ സൗദി അറേബ്യ അടക്കമുള്ള എല്ലാ അറബ് രാജ്യങ്ങളുടെയും യഥാർത്ഥത്തിൽ അവർക്ക് സൈന്യമൊന്നുമില്ല. ഏതാണ്ട് കുറച്ച് ആയുധങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ള സൈന്യമൊന്നുമില്ല. എന്നാൽ അവരുടെ കയ്യിൽ വലിയ സമ്പത്ത് ഉണ്ട്. ആ സമ്പത്ത് ഉള്ളത് കൊണ്ട് തന്നെ അവർ അമേരിക്കയുടെ ഒരു അമേരിക്കയുടെ ഒരു അലയൻസ് പാർട്ട്ണറായിട്ട് നിൽക്കുകയാണ് ഇവരെല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഖത്തറിൻ്റെയൊക്കെ സുരക്ഷ എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും അമേരിക്കയുടെ കയ്യിലാണ്. കാരണം അമേരിക്കക്ക് അവിടെ മിലിറ്ററി ബേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ ഒരു ആശീർവാദത്തോടു കൂടി കൃത്യമായി, അതും പ്രത്യേകിച്ച് ഒരു മധ്യസ്ഥ ചർച്ച നടക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഹമാസിലെ ആളുകളെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ബാക്കിയുള്ളതൊക്കെ ഏതാണ്ട് ഒതുക്കി കഴിഞ്ഞു, ഇനി ഇവിടെയും കൂടി ഒതുക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തേക്കണ ഒരു പരിപാടിയാണ്. പക്ഷേ അമേരിക്ക ഇപ്പോൾ തൽക്കാലത്തേക്ക് കൈ ഒഴിഞ്ഞ് എന്ത് ചെയ്യാണ് നിൽക്കുകയാണ്. എനിക്കറിയില്ലായിരുന്നു, എൻ്റെ അറിവോടുകൂടിയല്ല ഞാൻ. പിന്നെ അദ്ദേഹം ഇടയ്ക്ക് ചെറിയൊരു സ്ലിപ്പും പറ്റിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ലാസ്റ്റ് മൂവ്മെൻറ്റിലാണ് ഞാൻ അറിഞ്ഞതെന്നാണ്. അപ്പോൾ ലാസ്റ്റ് മൂവ്മെൻറ്റിൽ അറിഞ്ഞപ്പോൾ പോലും തടയാനോ അല്ലെങ്കിൽ എന്തുകൊണ്ട് തടയാൻ പറ്റിയില്ല എന്നൊക്കെയുള്ളത് വലിയ ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല. പിന്നെ ഏറ്റവും പുതിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് ഖത്തറിനൊപ്പം നിരവധി അറബ് രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. അതായത് ഇത് അപലപിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലും ഞാൻ വിചാരിക്കുന്നത് അപലപിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങോട്ട് അവസാനിക്കുമെന്നാണ്. പക്ഷേ ഇസ്രായേൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇനി ഈ ഹമാസിൻ്റെ നേതാക്കളെയൊക്കെ അഭയം കൊടുക്കാനും അവിടെ സംരക്ഷിക്കാനുമാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ അടിക്കും എന്ന് ഇസ്രായേൽ പറയുമ്പോൾ അതിനൊരു വലിയ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ വശവും കൂടിയുണ്ട്, രാഷ്ട്രീയ വശം. അതെന്താണെന്ന് വെച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് അവിടെ ഒരു യുദ്ധം പെട്ടെന്നൊന്നും അവസാനിക്കുന്നത് അത്ര നല്ല കാര്യം അല്ല. കാരണം പെട്ടെന്ന് അവസാനിച്ചാൽ മിക്കവാറും ബെഞ്ചമിൻ നെതന്യാഹു ഉടനെ തന്നെ അവിടെ നിന്ന് പുറത്താവും. മനസ്സിലായി? അപ്പോൾ അങ്ങനെ അവസാനിക്കാതിരിക്കേണ്ടത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കൂടി ആവശ്യമായതുകൊണ്ടിട്ട് ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ തീർച്ചയായിട്ടും ഹൂതിക്കെതിരെ അല്ലെങ്കിൽ മറ്റാളുകൾക്കെതിരെയൊക്കെ തന്നെ അറ്റാക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും അവർ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ്റെ പ്രോക്സി വാറുകൾക്കൊക്കെ തന്നെ എതിരെ തന്നെ അവർ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇറാനെതിരെയും അവർ നിരന്തരമായ അറ്റാക്കിലാണ്. ഇറാൻ്റെ ഏതാണ്ട് അടിവേരിനകത്ത് പോലും അവരുടെ സ്പൈ വർക്കേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നു, എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് ഈ അറ്റാക്ക് കിടക്കും. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അമേരിക്കയുടെ ആലി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേൽ ഉറപ്പായിട്ടും അമേരിക്കയോട് പറയാതെ ഒന്നും ഒരു കാര്യവും ചെയ്യില്ല, 100% ചെയ്യില്ല. അതുകൊണ്ട് ഇത് അമേരിക്കയും ഇസ്രായേലും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു അഭ്യാസവും ആയിട്ട് മാത്രമേ നമുക്ക് കണക്കൂട്ടാൻ പറ്റൂ. പിന്നെ ഇതിൽ ചില ആളുകൾ പറയുന്നുണ്ട് ഇന്ത്യ ഒറ്റടിക്ക് അതിനെ അപലപിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യ മൈൽഡായിട്ടുള്ള ചില സംസാരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഷിബിലി അറിയേണ്ടത് ഏതൊരു രാജ്യവും പറയേണ്ട സാധാരണ വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇസ്രായേലിനെ അതിരൂക്ഷമായൊന്നും നമ്മൾ വിമർശിക്കാൻ പോകില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനുമായിട്ടൊരു പ്രശ്നമുണ്ടായപ്പോൾ ഇന്ത്യയെ ഏറ്റവും ആദ്യം പിന്തുണച്ച ഏകരാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിനെയും നമുക്ക് പെട്ടെന്ന് കൈവിടാൻ പറ്റില്ല. അതിനും അപ്പുറത്ത് നമ്മളുമായിട്ടുള്ള ചില ആയുധങ്ങളുടെയും സ്പൈ സോഫ്റ്റ്വെയറുകളുടെയും മറ്റു പല ഡീലുകളും ഒക്കെ തന്നെ ഇസ്രായേലുമായി നമുക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിനെ അങ്ങോട്ട് പെട്ടെന്നൊന്നും കൈവിടാനും കഴിയില്ല. ഇതാണിപ്പോൾ ഖത്തറും ദോഹയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞാൽ പോലും
ഖത്തറിന് അങ്ങനെ അങ്ങോട്ട് കൈവിട്ടൊന്നും ഇസ്രായേൽ ആക്രമിക്കാൻ പോകുന്നില്ല. ഒരു സമ്മർദ്ദം കൊടുക്കുക, ഖത്തർ ഫണ്ട് ചെയ്യുന്നത് നിർത്തുക, അതായത് ഹമാസ് അടക്കമുള്ള ആളുകൾക്ക് ഫണ്ട് ചെയ്യുന്നത് നിർത്തുക, അവിടെ സുരക്ഷാ താവളങ്ങൾ ഒരുക്കുന്നത് നിർത്തുക. ഇനി നിർത്തിയില്ലെങ്കിൽ പോലും സുരക്ഷാ താവളങ്ങൾ ഒരുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസിൻ്റെ ആളുകൾ ഇപ്പോൾ ഖത്തറിൽ നിന്ന് പതുക്കെ മാറാൻ തുടങ്ങും. കാരണം ഇനിയിപ്പോൾ തുർക്കിയിൽ എവിടെയെങ്കിലും പോയി ഇരിക്കാമെന്നവർ വിചാരിക്കും. കാരണം ഇവരുടെ കയ്യിൽ ഒരുപാട് കോടിക്കണക്കാണ്, 5000 കോടി രൂപയിലധികം ഫണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ബിൽഡ് എന്ന് പറയുന്ന പുതിയൊരു പോർട്ടലിലെ റിപ്പോർട്ട് വന്നേക്കുന്നത് ഈ ഹമാസിലെ ആളുകൾ നേതാക്കന്മാരൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ സമാഹരിച്ചിട്ടുണ്ടെന്നാണ്. ഓക്കെ, ഇപ്പോൾ ഇസ്മായിൽ ഖാനിയുടെ 2 ആൺമക്കൾ 11 മക്കളാൻ്റെ പുള്ളിക്കുള്ളു. അപ്പോൾ അതിൽ 2 ആൺമക്കളുടെ പേരിൽ തന്നെ വലിയ വ്യാപകമായിട്ടുള്ള അഴിമതി ആരോപണം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ആളുകളുടെയും, യാഹിയ സിൻവറിൻ്റെ ആണെങ്കിലും അതുപോലെ ഖാലിദ് മെഷാൻ്റെ കീഴിലാണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ കീഴിൽ അവരുടെ മക്കളുടെ പേരിലൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ അസറ്റ് ഉണ്ട്. ഇപ്പോൾ ഇസ്മായിൽ ഖാനിയെ മരിച്ചു പോയെങ്കിൽ പോലും അവർക്ക് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വിദേശ രാജ്യങ്ങളിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ചാർട്ടർ ചെയ്ത വിമാനങ്ങളിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. വലിയ സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിലൊന്നും തെറ്റില്ല കേട്ടോ. കാരണം ചാർട്ടർ ചെയ്ത വിമാനത്തിലല്ലാതെ മറ്റേ ആളുകളുള്ളതിൻ്റെ കൂടിയൊന്നും ഇവർക്ക് സുരക്ഷയോടെ സഞ്ചരിക്കാൻ കഴിയില്ല. പക്ഷേ അത്തരത്തിൽ വലിയ സാമ്പത്തികം ഇവരുടെ കയ്യിലുണ്ട്. ആ സാമ്പത്തികത്തിൻ്റെ ഉറവിടം അടക്കുക ഒന്ന്. രണ്ടാമത്തത് അവർക്ക് സേഫായിട്ടിരിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് അമേരിക്കയുടെ മിലിറ്ററി ബേസ് കൂടിയുള്ള, അമേരിക്ക സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു രാജ്യത്തിൽ സുരക്ഷിതമായിട്ട് ഹമാസ് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിന് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അത് ഒരിക്കലും നേരിട്ട് അമേരിക്കക്ക് സമ്മതിച്ചു തരാനും പറ്റില്ല. അപ്പോൾ തുർക്കി പോലെയുള്ള അല്ലെങ്കിൽ ഇറാൻ പോലെയുള്ള മറ്റേതെങ്കിലും രാജ്യത്തേക്ക് ഇവരെ പറഞ്ഞു വിടുക. തുർക്കിയോ ഇറാനോ ഒക്കെ ആണെങ്കിൽ, തുർക്കി അത്ര എളുപ്പമല്ല, പക്ഷേ ഇറാനൊക്കെ ആണെങ്കിൽ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് കൊണ്ട് ഇവരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാൻ